ഒരുപാട് തെരഞ്ഞെടുപ്പുകളുടെ കഥ പറയാനുണ്ട് നിലമ്പൂരിലെ ആര്യടൻ ഹൗസിന്. പ്രത്യേകിച്ച് പിതാവിൻ്റെയും മകൻ്റെയും തെരഞ്ഞെടുപ്പ് കണ്ട വീടാണ്. എനിക്കിപ്പം ആര്യടൻ ഷൗക്കത്തിൻ്റെ മാതാവ് മറിയുമ്മ കൂടെ ചേരുകയാണ്. അന്നത്തെ ഇലക്ഷൻ്റെ ഓർമ്മകളൊക്കെ ഉണ്ടോ? കുറേ ഓർമ്മ ഉണ്ട്, ഒന്നും മറന്നിട്ടൊന്നുമില്ല, എല്ലാം അറിയാം. എങ്ങനെയായിരിക്കും അന്നത്തെ തെരഞ്ഞെടുപ്പൊക്കെ എന്ന്? അതൊക്കെ നല്ല ഉഷാറായി പോയിനി. 65 പിന്നെ ത്രികോണ മത്സരമായതുകൊണ്ടും അന്ന് തോറ്റക്കാണ്. 67 അങ്ങനെ തന്നെ. പിന്നെ ഒക്കെ ജയിച്ചൊക്കെ എംപിയിലോ. ആദ്യം തോറ്റപ്പോൾ വീട്ടിൽ വന്നപ്പോൾ എന്താ പറഞ്ഞേ? സമാധാനിപ്പിച്ചോ? പറഞ്ഞേ എനിക്കൊന്ന് അന്നൊന്നും അത്ര ഇതില്ല, തെരഞ്ഞെടുപ്പ് എന്നുള്ളത് അത്ര അറിയില്ല അതിനെപ്പറ്റിയൊന്നും. അതിനുശേഷം ജയിച്ചപ്പോൾ സന്തോഷമായി. പിന്നെ മന്ത്രിയായി. മകൻ്റെത് അതിലേറെ കുറേ ആൾ ഉണ്ടായപ്പം അതിലേറെ ഉഷാറായി പോകുന്നുണ്ട്. ആര്യടൻ സാർ മത്സരിച്ച സമയത്തൊക്കെ ഉണ്ട ഒരു ഓർമ്മകളും ഈ പ്രചാരണത്തിനൊക്കെ ഇറങ്ങുമായിരുന്നോ? ഞാനോ? ഞാൻ ഇവിടെ അകത്ത് നിൽക്കാന്നല്ല, ഒരു പ്രചരണത്തിന് പോയിട്ടില്ല. ഈ ചാനലും കൂടി ഇല്ല ഇനി, അന്നൊന്നും ചാനലിലൊന്നും സംസാരിക്കലും ഇല്ല. ഇനി ഇപ്പം മകൻ്റെതായപ്പോഴാണ് അപ്പം ചാനലിലൊക്കെ സംസാരിക്കേണ്ടി വരുന്നത്. ഇവിടെ വരുന്ന ആൾക്കാർക്ക്, ദൂരെ നിന്നൊക്കെ വരുന്ന ആൾക്കാർക്ക് ഭക്ഷണമൊക്കെ ഇവിടെ നിന്ന് ഭക്ഷണം പിന്നെ എഴുതുന്നവർക്കൊക്കെ ചായയും ഇതൊക്കെ ഉണ്ടാവും, കൊടുക്കും. ഇവിടെ വരുന്നവർക്കൊക്കെ ഭക്ഷണം ഉണ്ടാവും. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഈ പാട്ടുകാരും പിന്നെ ഇതെല്ലാവരും ഉണ്ടാവും. ഇവിടുത്തെ മെയിൻ ഐറ്റം ബിരിയാണിയാണോ അല്ലെ നെയ്ച്ചോറാണോ? അതല്ല, എല്ലാം ഉണ്ടാക്കും. എന്തൊന്നുമില്ല, സാധാ ചോറും ഉണ്ടാക്കും, നെയ്ച്ചോറും ഉണ്ടാക്കും. സാധാരണ നെയ്ച്ചോറ് എല്ലാവർക്കും ഇഷ്ടം, അതുണ്ടാക്കും. മുൻചാണ്ടി സാറൊക്കെ ഇവിടെ വരുന്ന സമയത്ത് ഇവിടെ വരുമായിരുന്നു? വരലുണ്ട്. ഭക്ഷണമൊക്കെ കഴിക്കാനൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഉമ്മൻചാണ്ടിക്ക് എപ്പോഴും തിരക്കല്ലേ. എന്തായാലും മകൻ ജയിക്കും, നിയമസഭയിലെത്തും. ഇക്കട്ടെ അല്ലേ? എന്തായാലും ആര്യടൻ ഷൗക്കത്തിൻ്റെ മാതാവ് മറിയുമ്മയാണ് മാതൃഭൂമി ന്യൂസിനോട് തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളും പ്രത്യേകിച്ച് പഴയകാലത്തെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളൊക്കെ തന്നെ പങ്കുവച്ചത്. ക്യാമറമാൻ നല്ലയ മുരുകനൊപ്പം ഷിനോജ് എസ് ടി, മാതൃഭൂമി ന്യൂസ്, നിലമ്പൂർ.